ഹായ് ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഹാർട്ട്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ചെറിയ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എല്ലാവർക്കും ഈ ഒരു വ്യാഴാഴ്ച ആകുമ്പോൾ ഒന്ന് പുറത്ത് പോയി വന്നിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായതുകൊണ്ട് നമുക്ക് ദൂരത്തുനിന്നും ജിദ്ദയ്ക്ക് അങ്ങനെ ഒന്നും പോകാൻ വയ്യ. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ജബൽ ഖന്താമ എന്ന് പറയുന്നൊരു വ്യൂ പോയിൻറ്റിലോട്ടാണ് നമ്മൾ പോണത്. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഷീൻ്റെ എപ്പിസോഡിൽ കാണിച്ചൊരു ഡ്രസ്സാണ്. ഷീനിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് ഈ ഒരു കോട്ട് സെറ്റ്. നല്ലൊരു ബ്രൈറ്റ് കളറാണ്, നല്ലൊരു ലൈറ്റ് മെറ്റീരിയലാണ്. ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു സ്റ്റൈലിഷ്, മോഡസ്റ്റ് ആൻഡ് കംഫി വെയർ ആണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാവും. അതേപോലെ തന്നെ ആമീൻ്റെ ഈ ഡ്രസ്സ് ഞാൻ അന്ന് ഷീനിൽ വാങ്ങിയതാണ്. നമ്മളുടെ ബാക്കിയുള്ള ബ്രാൻഡ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ് ഈ ഡ്രസ്സ്. അതേപോലെ ഈ ഫുൾ കൈ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ചൂടുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഭയങ്കര ലൈറ്റ് മെറ്റീരിയലാണ്. ഇറ്റ്സ് ഓൾസോ സൂപ്പർ കോംഫി ആൻഡ് വെരി കംഫർട്ടബിൾ ടു വെയർ ഫോർ ദി ചിൽഡ്രൻ, എസ്പെഷ്യലി ഇൻ ദ സമ്മർ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പ്രോഡക്റ്റ് ലിങ്കും നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളപ്പോൾ നിങ്ങൾ പോരുമല്ലേ ജബൽ ഖന്താമയിലേക്ക്? യല്ലാ. അപ്പോൾ നമ്മൾ ജബൽ ഖന്താമ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ദൂരത്തോട്ട് നോക്കിയാൽ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. എല്ലാവർക്കും അറിയായിരിക്കും, ലോകത്തിലെ ലാർജസ്റ്റ് ബിൽഡിങ്ങിൽ ഒന്നാണ്. അത് 4ാം സ്ഥാനമാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഉള്ളൊരു ബിൽഡിങ്ങാണ് നമ്മളുടെ ക്ലോക്ക് ടവർ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ടവറാണ്. അതേപോലെ അതിൻ്റെ മേലിൽ ആ ചന്ദ്രകല സ്വർണം പൂശിയിട്ട് ഉണ്ടാക്കിയതാണ്. അതും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ചന്ദ്രകലയാണത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു 300 മീറ്റർ മാറി നമ്മുടെ മസ്ജിദുൽ ഹറം കാണാൻ പറ്റും. ഈ ക്ലോക്ക് ടവറിൻ്റെ നമ്മൾ അറബിയിൽ പറയുന്ന പേരാണ് ബെയ്ത്ത് അൽ അബ്രാജ്. ആ ചന്ദ്രകല ഒരു പ്രെയർ റൂമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഒരു നമസ്കാരത്തിനൊക്കെ സൗകര്യമുള്ള ഒരു പ്രെയർ റൂമോ അതേപോലെ ഒരു വാഷ് ഏരിയ ആണ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യന്മാർ നമസ്കരിക്കുന്ന ഒരു പോയിൻ്റാണ് ഈ ചന്ദ്രകല. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ബിൽഡിംഗാണ് നമ്മുടെ ക്ലോക്ക് ടവർ. ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് പ്രോജക്ട്സ് ഓഫ് സൗദി ബിൻ ലാദൻ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും കാണുന്നത് പല പല 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽസാണ്. നമ്മുടെ ഹാജിമാർ വന്ന ഉംറക്കാർ വരുന്ന സമയത്ത് മെയിനായിട്ട് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് മക്കേൻ്റെ ഒരു നല്ലൊരു നൈറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ആൾക്കാർ ഉംറേൻ്റെ ഭാഗമായിട്ടുള്ള സൈ ചെയ്യുന്ന കാണാൻ പറ്റും. ഈ ഫസ്റ്റ് ഈ കുബ്ബ പോലെ കാണുന്ന ആ ഒരു സ്ട്രക്ചറാണ് മർവ. ഇങ്ങേ അറ്റത്താണ് സഫ. പക്ഷെ സഫ നമുക്ക് അത്ര വിസിബിൾ അല്ല. അപ്പോൾ ഈ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് വളരെ ശാന്തമായിട്ട് മക്ക നഗരം കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ നിങ്ങൾ ഉംറയ്ക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്പോട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്നിങ്ങനെ ഓരോ ചലനങ്ങളും ഓരോ സ്ട്രക്ചറും നമുക്കിങ്ങനെ മാറി നിന്ന് വീക്ഷിക്കാനാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് എപ്പോഴും കാർപ്പറ്റും കുറച്ച് ഫോൾഡബിൾ ചെയറൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പതിയെ എങ്ങനെ ഈ ഒരു റിലാക്സ് ചെയ്ത് നമുക്ക് ഇവിടെ ഇരിക്കാം. സോ കം. ഇതെൻ്റെ ചെയറ്. അപ്പോൾ നമ്മുടെ ടേബിൾ റെഡി. ഇതൊക്കെ എപ്പോഴും നമ്മുടെ കാറിൻ്റെ ബാക്കിലുണ്ടാവും കേട്ടോ. അതൊരു സൗദി ലൈഫാണിത്. നമ്മളെവിടെ ഒരു നല്ല സ്പോട്ട് കിട്ടിയാലും അപ്പം കാർപ്പറ്റ് വിരിക്കും, അപ്പം ചെയർ എടുക്കും, ടേബിൾ എടുക്കും.
നമ്മുടെ നാട്ടിനേക്കാൾ ഒരു ഡിഫറെൻറ്റ് തിങ്ങാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര കൗതുകം തോന്നിയൊരു സംഗതിയാണിത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഗ്ലാസ് വെക്കാം, ഇവിടെ ഫുഡ് വെക്കാം, താഴെയും നമുക്ക് ഫുഡ് വെക്കാം. അങ്ങനെ നല്ല സുഖമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാം. അതാ അപ്പോൾ കഴിക്കാനായിട്ട് നമ്മുടെ താസേൻ്റെ ഫാമിലി മീൽ. വാവ്. പിന്നെ കുറച്ച് ജ്യൂസ്, വെള്ളം, കോസ്ലോ. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാനുള്ളത് താസേൻ്റെ ഫാമിലി മീൽ, പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് കോസ്ലോ, പെപ്സി, പിന്നെ എൻ്റെ ഫേവറേറ്റ് അമ്രിയാത്ത്, അച്ചുവിൻ്റെ ഫേവറേറ്റ് വെള്ളം. അച്ചു ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കത്തില്ല, നല്ല കുട്ടിയാണ്. പിന്നെ നമുക്കിതുണ്ട് ബർഗർ. ആമിക്കുട്ടിക്ക് ബർഗറാണ് ഇഷ്ടം, അപ്പോൾ ആമിക്കുട്ടിക്കും കിച്ചുകുട്ടനും ബർഗർ. പിന്നെ കുപ്സ്, കുറച്ച് അവരുടെ മയണൈസിൻ്റെ സോസസ്, പിന്നെന്താണ് വെള്ളം. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു നല്ലൊരു വ്യൂ പോയിന്റിലിരുന്ന് ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നും ബിസി ഡേയ്സ് അല്ലേ, ലൈഫ് ഈസ് റണ്ണിങ്. സോ ഒരു ബ്രേക്ക് ഞങ്ങളെല്ലാം നോക്കാം. സോ ദിസ് ഈസ് ദ ഫാമിലി മീൽ. താസേൻ്റെ ഫാമിലി മീലാണ്. അപ്പം എന്താ, കുറച്ച് നഗറ്റ്സ് ഉണ്ട്, പിന്നെ ഫ്രൈസ് ഉണ്ട്, 8 പീസ് സ്പൈസി ബ്രോസ്റ്റഡ്. നമ്മളെപ്പോഴും സ്പൈസിയാണ് വാങ്ങുന്നത് കേട്ടോ. പിന്നെ കോസ്ലോ. ബർഗർ ഞങ്ങൾ അഡീഷണൽ വാങ്ങിയതാണ്. കുട്ടികൾക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് അഡീഷണൽ വാങ്ങണതാണ് ബർഗർ. ഇത് ആമിക്ലീൻ്റെ ബർഗർ. കിച്ചു പിന്നെ സ്പൈസി മയോണൈസ് നല്ല ടേസ്റ്റ്, പക്ഷെ അത് അഡീഷണൽ വാങ്ങണം. വ്യാഴാഴ്ച രാത്രികളിലൊക്കെ നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരുന്നാൽ ഒരാഴ്ചത്തെ ജോലീൻ്റെ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഉള്ള ഓരോ സ്ഥലങ്ങളിൽ വന്നിരിക്കും. ഇതുപോലെ പല സ്ഥലങ്ങളുണ്ട് മക്കത്ത്. അതിലൊരു സ്ഥലമാണ് ഈ ജബൽ ഖന്താമ. ഇത് ഹർമിനോട് ചേർന്നിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നല്ല നല്ല ഒരു ആംബിയൻസാണ്, നല്ലൊരു ക്ലൈമറ്റാണ്. എപ്പോഴും മക്കത്തിനേക്കാളും 2-3 ഡിഗ്രി ഒന്നും താഴത്തോട്ടായിരിക്കും ഇതിൻ്റെ മേലെ എപ്പോഴും ഉണ്ടാവുക. പിന്നെ നല്ലൊരു കാറ്റുള്ളൊരു കാലാവസ്ഥയാണ്. അങ്ങനെ ഒക്കെ ആയിട്ട് ഒരു എൻജോയ് ചെയ്ത ഒരു ഈവനിങ് ടു നൈറ്റ് നമ്മളിവിടെ ഇരിക്കും. ഇപ്പം തന്നെ സമയം നമുക്ക് ആ ക്ലോക്ക് ടവറിൽ കാണാം, 10:30 മണിയായി. അപ്പോൾ അതുപോലെയാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇറ്റ്സ് മീ എമിൽ, റുമിൻ ആൻഡ് റെനി സൈനിങ് ഓഫ് ഫ്രം Happy High. Please like, share and subscribe our channel. Okay, bye. Bye.